പത്തനംതിട്ട കോന്നിയിൽ വീട്ടിനുള്ളിൽ 1 മാസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. മരിച്ചത് മരങ്ങാട്ട് സ്വദേശി പ്രസാദ്. കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നു പ്രസാദ്. ശ്രീത് ശ്രീകുമാർ നൽകും പത്തനംതിട്ടയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ശ്രീത്ത്, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണത്? അസ്വാഭാവിക മരണമായി പോലീസ് സംശയിക്കുന്നുണ്ടോ? നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് തന്നെയാണ്. അതായത് കഴിഞ്ഞ 23-ന് ഭാര്യ ഒരു പരാതി നൽകിയിരുന്നു. അത് ഇദ്ദേഹത്തിന് TB ബാധിതനായിരുന്നു. 6 വർഷമായി ഭാര്യ അമ്പിളിയും മക്കളും മലയാളപ്പുഴയിലെ അമ്പിളിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രസാദുമായി, ജയപ്രസാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്, പൂർണ്ണ സമയത്ത് വഴക്കായിരുന്നു ഈ വീട്ടിലെന്നാണ് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. 6 വർഷം മുമ്പ് അവർ ഈ വീട്ടിൽ നിന്ന് പോയി. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് ഈ ഭാര്യയെ വിളിക്കുകയായിരുന്നു. ഇങ്ങനെ കാര്യമായ രീതിയിൽ ചികിത്സയ്ക്ക് വരുന്നില്ല, ഇദ്ദേഹത്തിന് TB ആണ്, അദ്ദേഹത്തെ അന്വേഷിക്കണമെന്ന്. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് 21-ന് ഒരു പരാതി നൽകുന്നത്. ഈ വീട്ടിലേക്ക് ഈ പറയുന്ന അമ്പിളി ഭാര്യ വരാറുണ്ടായിരുന്നില്ല. സ്വാഭാവികമായി ഇന്ന് രാവിലെ നാട്ടുകാർ വീണ്ടും വിളിച്ച് പറഞ്ഞനുസരിച്ച് വീടിന് പരിസരത്ത് ഒരു അന്വേഷണം നടത്തി. അതിനുശേഷം ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് വീട് അകത്തുനിന്ന് അടച്ചിട്ടുണ്ട്. ദുർഗന്ധവും ഈ വീട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായി കുറച്ച് മുകളിലാണ് ഈ വീടുള്ളത്. താഴത്തേക്കൊന്നും ദുർഗന്ധം അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. ഒറ്റപ്പെട്ട പ്രദേശമാണ്, താഴത്തൊരു വീട് മാത്രമേ നിലവിലുള്ളൂ. എന്തായാലും ഒരു മല മുകളിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴേക്കും പഞ്ചായത്ത് മെമ്പറേയും അതുപോലെ തന്നെ പോലീസിനെയും ഒക്കെ ഈ ഭാര്യ അമ്പിളി തന്നെ വിവരം അറിയിച്ചു. അങ്ങനെ അവർ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഏതാണ്ട് ഒരു അസ്ഥികൂട പരിവമാണ് ഈ ഒരു മൃതദേഹം കിടന്നിരുന്നത്. കാലും അതുപോലെ തന്നെ തലയോട്ടികളും ഏതാണ്ടൊരു വികൃതമായൊരവസ്ഥയിലാണ് ആ മൃതദേഹം ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ അസ്വാഭാവിക മരണത്തിന് തന്നെയാണ്. എന്താണ് മരണകാരണം എന്നതിനെക്കുറിച്ച് അറിയില്ല. പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ TB രോഗബാധിതനാണ് ഈ ജയപ്രസാദ് എന്ന് ഭാര്യ പറയുന്നുണ്ട്. അങ്ങനെ ആശുപത്രി രേഖകളുമുണ്ട്. എന്തായാലും മറ്റു നടപടികൾക്ക് ശേഷം, അന്വേഷണത്തിന് ശേഷവും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷവും എന്താണ് മരണകാരണമെന്ന് വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.